ഹലോ, ഷമ്മു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓർക്കിഡിന് ഞാൻ കൊടുക്കുന്ന ഒരു പുതിയ ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂടുതൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിരിക്കണം. നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫെർട്ടിലൈസർ വേണം. ഫെർട്ടിലൈസർ എപ്പോഴും അത് ഓർക്കിഡിനെന്നല്ല ഏത് ചെടികൾക്കാണെങ്കിലും മാറി മാറി കൊടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടമുള്ളത്. അതായത് നമ്മളാണെങ്കിലും ഒരു ഫുഡ് തന്നെ സ്ഥിരമായിട്ട് കഴിച്ചാൽ നമ്മൾ പറയുകയല്ലേ അതൊരു മടുപ്പാവും. സ്ഥിരമായിട്ട് ഒരു ഫുഡ് തന്നെ വേണ്ടാന്ന് പറയും എന്ന് പറഞ്ഞതുപോലെയാണ് ചെടികൾക്ക് നമ്മളെപ്പോഴും ഫെർട്ടിലൈസർ മാറി മാറി കൊടുക്കണം. അത് ഓർഗാനിക് ആണെങ്കിലും കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിലും നമ്മളങ്ങനെ മാറി മാറി കൊടുക്കുന്നതാണ് ചെടികൾക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് കൂടെ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് ഓർക്കിഡുകൾക്ക് ഒന്നുകൂടി നല്ലത്, അവയുടെ വളർച്ചയ്ക്ക് നല്ലത്. മാസത്തിൽ നമ്മൾ NPK 19 അതുപോലെ 20 നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതിനിടയ്ക്ക് ഇപ്പോൾ ഒരാഴ്ച നമ്മൾ NPK ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നേരിട്ട് അതിന് കൂടുതൽ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടും, അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസ് നേരിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് വളരും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആകുമ്പോൾ നമുക്ക് പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഡയറക്റ്റ് ന്യൂട്രീഷൻ നമുക്ക് നേരിട്ട് അതിന് കൊടുക്കാൻ കഴിയും. അതിനുശേഷം അടുത്ത ആഴ്ച ഇത് മാസത്തിൽ നമ്മൾ ഒരു 2 പ്രാവശ്യം ഈ വളം കൊടുത്താൽ മതി. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ NPK സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ തുടർച്ചയായിട്ട് എൻ്റെ ഓർക്കിഡിന് നമ്മൾ ഓർഗാനിക് തേങ്ങാവെള്ളം പുളിപ്പിച്ചത്, കടലപ്പിണ്ണാക്ക്, ഫിഷ് അമിനോ ആസിഡൊക്കെ മാറി മാറി കൊടുക്കാറുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ സ്ഥിരമായിട്ട് NPK കൊടുത്തുകൊണ്ടിരുന്നത് ഇത് പ്ലാന്റ്സ് ഗ്രീൻ കെയറും യെല്ലോ കെയറും, അതായത് ഗ്രോത്തിനുള്ളതും ഫ്ലവറിങ്ങിനുള്ളതുമാണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ ചെടികൾക്കൊക്കെ ഒരു അങ്ങനെ പതിവായിട്ട് ആഴ്ചയിൽ അങ്ങനെ മാറി മാറി ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ചെടികൾക്ക് എന്തോ ഒരു ആരോഗ്യമില്ലായ്മ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ NPK തന്നെ പിന്നൊന്ന് മാറ്റി പരീക്ഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ആഴ്ച 19 സ്പ്രേ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഈ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ ഈ വളം സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നീടുള്ള ഒരു 8 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് 20 അത് NPK തന്നെ 20 ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വളം, മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഇതെൻ്റെ ഒരു വാൻഡയാണ്. വാൻഡ എനിക്ക് തോന്നുന്നു വളർച്ച വളരെ പതുക്കെയാണ്. പക്ഷേ എന്നാലും ഞാൻ ആ ഗ്രോത്തിനുള്ളതും ഫ്ലവറിങ്ങിനുള്ള NPK കൊടുത്തിട്ട് വലിയ ഇതൊന്നും ഇല്ലാതെ വന്നു. പക്ഷേ ഇപ്പോൾ വളമൊന്ന് മാറി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ ഒരു ഷൂട്ട് വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു വിരിഞ്ഞ് വരണമെങ്കിൽ കുറേ കാലതാമസം എടുക്കും. എന്നാലും ഇപ്പോഴാണ് അതൊന്ന് NPKയും ഈ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ ഫെർട്ടിലൈസറും കൂടി മാറി മാറി ഒന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് വാൻഡയിൽ ഷൂട്ട് വരാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മൾ ഓർക്കിഡിന് മറ്റുള്ള ഇലച്ചെടികൾക്ക് എനിക്ക് തോന്നുന്നു അത്രയും പ്രശ്നമില്ല. ഓർക്കിഡിന് എപ്പോഴും വളങ്ങൾ മാറി മാറി കൊടുക്കുന്നതാണ് അവർക്കിഷ്ടം. ഇതൊരു ഡെൻഡ്രോബിയം ഫാർമറിയാണ്. അത് ഞാൻ നഴ്സറി ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. വാങ്ങിയ സമയത്ത് ഒറ്റ വേരുകൾ പോലും ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ നിറയെ വേരുകളൊക്കെ ആയിട്ട് പൂത്തിട്ടില്ല ഇതുവരെ. ചെറിയൊരു തൈയായിരുന്നു. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വലിയ കവറിലുള്ളത് ഏതാണ്ട് ഒരു 10 പാക്കറ്റാണ്. ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 6 ലിറ്ററിൽ നമുക്ക് മിക്സ് ചെയ്യാം. 6 ലിറ്റർ വെള്ളത്തിൽ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതൊരു 12 ചെടികൾക്കുണ്ടാവും. അത് മാസത്തിലൊരു 2 പ്രാവശ്യം. അപ്പോൾ നമ്മൾ ഒരു തവണ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ തവണ നിങ്ങൾക്ക് NPK ഗ്രോത്തിനുള്ള ഫ്ലവറിങ്ങിനുള്ളതോ അല്ലെങ്കിൽ 19 അല്ലെങ്കിൽ 20 അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വളമൊക്കെ ഒന്ന് മാറി മാറി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയാൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. മൈക്രോ ന്യൂട്രിയൻസ് കൂടി ഉള്ള NPK നമുക്ക് വാങ്ങാൻ കിട്ടും. അതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും വളങ്ങളെപ്പോഴും നമ്മുടെ ഓർക്കിഡിന് മാറി മാറി കൊടുക്കുക.